അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ മക്കൾ മൊബൈലിൽ തന്നെയാണോ എപ്പോഴും, അതോ മൊബൈലിൽ അല്പം കളിക്കും പിന്നെ മറ്റേതെങ്കിലും പ്രവൃത്തിയിലാണോ? നിങ്ങളുടെ മോൻക്ക് ഫോൺ കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് നിങ്ങളത് വാങ്ങുന്നു, മുന്നറിയിപ്പൊന്നുമില്ലാതെ പെട്ടെന്ന് നിങ്ങളത് വാങ്ങുന്നു എങ്കിൽ നിങ്ങളോട് കുട്ടി കയർക്കുന്നുണ്ടോ? കുട്ടി ദേഷ്യം വെക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കുട്ടി അതിൽ അഡിക്റ്റ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. കുട്ടി മാത്രമാണോ അഡിക്റ്റായത്? ഉമ്മയും ഉപ്പയും മൊബൈലിൽ അഡിക്റ്റ് ആയതുപോലെ കുട്ടിയും അഡിക്റ്റ് ആയിട്ടുണ്ട്. എന്താണ് കുട്ടി മാരകമായ മൊബൈൽ ഫോണിൽ അഡിക്റ്റായി പോയത്? കണ്ണ് ഒരുപാട് നേരം മൊബൈൽ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ ചെറിയ കുട്ടികൾക്ക് റെറ്റിന എന്ന് പറയുന്ന ആളുകൾക്ക് വലിയവർക്കും വരും, പക്ഷെ ചെറിയ കുട്ടികൾക്ക് വ്യാപകമായി പെട്ടെന്ന് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ക്യാൻസർ സെന്ററിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും ധാരാളം ക്യാൻസർ ആയ ചെറിയ കുട്ടികളെ കാണാൻ കഴിയും. എന്താണ് കാരണം? അവർ പുകവലിച്ചിട്ടല്ല, അവർ കള്ള് കുടിച്ചിട്ടല്ല, പിന്നെ എന്താണ് കാരണം? അതൊക്കെ അതിൻ്റെ കാരണങ്ങളിൽ പെട്ടതാണെങ്കിലും പക്ഷെ അവർക്കുണ്ടാകാനുള്ള കാരണം എന്താണ്? മൊബൈൽ അഡിക്ഷനാണ്. മൊബൈൽ അഡിക്റ്റാണ് അവരുടെ കാരണം. മൊബൈലിൽ നിന്ന് സമയം ചെലവഴിച്ച് ഗെയിമുകളിൽ നിന്ന് ഗെയിമുകളിലേക്ക്, യൂട്യൂബിൽ അവർ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഇറങ്ങിത്തിരിച്ച് സെർച്ച് ചെയ്ത് വേണ്ടതെല്ലാം സെർച്ച് ചെയ്ത് ചെറിയ കുഞ്ഞിളം പൈതൽ പോലും തിന്മയിൽ അകപ്പെട്ടു പോയി. മൊബൈലിൻ്റെ ആ വലിയ പ്രസരിപ്പ് മൂലമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ കുട്ടി നിസ്കരിക്കുന്നില്ലേ? നിങ്ങൾ കുട്ടി നോമ്പ് നോൽക്കുന്നില്ലേ? നിങ്ങളെ കുട്ടിയോട് നിസ്കരിക്കാൻ പറയുമ്പോൾ മടിയാണോ? എങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിപ്പാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു കാര്യം പറയാം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുട്ടിയെ ശരിയായി വളർത്തേണ്ടതുപോലെ വളർത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാമിൻ മൗലൂദിൻ, എല്ലാ കുട്ടികളും ജനിക്കപ്പെടുന്നത് ഇല്ലാ യൂലദു അലൽ ഫിത്ര, നല്ല നിഷ്കളങ്ക സ്വഭാവത്തോടു കൂടിയല്ലാതെ ഒരു കുട്ടിയും ഇവിടെ ജനിക്കപ്പെടുന്നില്ല, പ്രസവിക്കപ്പെടുന്നില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ഫഅബ്വാഉ, അവരുടെ മാതാപിതാക്കൾ, ഇവിടെ ബാപ്പ എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മാതാപിതാക്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കി പറയുന്നു, യുഹദ്ദിയാനി, അവരെന്താക്കുന്നു? യഹൂദികളാക്കുന്നു. മാതാപിതാക്കളാണ് യഹൂദികൾ. എന്താ വലിയ മാതാപിതാക്കൾ യഹൂദിയേക്കാൾ? യഹൂദി ആകരുതെന്നല്ലേ പറയണത്? ജൂതന്മാരാകരുതെന്നല്ലേ പറയണത്? അല്ല, പക്ഷേ അവർക്ക് തിന്മയിലേക്ക് പോകാനുള്ള സാഹചര്യം മാതാപിതാക്കൾ ഉണ്ടാക്കുന്നു. ഈ അടുത്ത് ഒരാൾ ശ്രീകൃഷ്ണ ജയന്തിയിൽ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരു ചെറിയ കുട്ടി ശ്രീകൃഷ്ണനായി അവതരിച്ചു, ശ്രീകൃഷ്ണനായി അവതരിച്ചു. എന്നിട്ട് റോട്ടിലൂടെ ഇങ്ങനെ നടക്കുന്നത് കണ്ടു. ആ വീഡിയോയുടെ പിന്നിൽ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ ഉമ്മയാണ്. ആ ഉമ്മ പറയാണ്, ഞാനാണ് ഈ കുട്ടി എങ്ങനെയൊക്കെ പ്രചോദനം കൊടുത്തത് എന്ന്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മതത്തിൽ നിന്ന് തെറിച്ചു പോകുന്ന പ്രവർത്തനത്തിലേക്ക് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് രക്ഷിതാക്കളാണെന്ന് പച്ചയായ ഭാഷയിൽ തുറന്നു പറയുന്ന കാലം വന്നു. നഊദു ബില്ലാ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. വയുനസ്ഫിറാനിഹി, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുന്നു, അവരെ ക്രിസ്ത്യാനിയാക്കുന്നതും യഹൂദിയാക്കുന്നതും ഒക്കെ ആരാണ്? മാതാപിതാക്കളാണ്. അവർ ഏതെങ്കിലും വഴിക്ക് അവരങ്ങോട്ട് വിടും മക്കൾ നന്നാകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നല്ല പേര് വെക്കാന്നുള്ളത്. ആരവിടെ നല്ല പേര് വെക്കണ്? കിട്ടുവോ പത്തുവോ എന്തെങ്കിലുമൊക്കെ ഒരു പേര്. പണ്ട് പട്ടിക്കിടാൻ മടിച്ച പേരാണെന്ന് മനുഷ്യക്കുഞ്ഞുങ്ങൾക്കുള്ളത്. പിന്നെയോ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യുമജ്ജിസാനിഹി, കുട്ടികളെ മജൂസിയാക്കുന്നതും രക്ഷിതാക്കൾ തന്നെ. രക്ഷിതാക്കൾ ആദ്യമാണ് ഈ വിഷയത്തിൽ പറയേണ്ടത്. ഒരു കുട്ടി തിന്മയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രക്ഷിതാവാണ്. നല്ല നിലക്ക് പോറ്റി വളർത്തി കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്ത് ഇടപെട്ട രക്ഷിതാവിനെ കുറിച്ചല്ലോ ഞാൻ പറയുന്നത്. തുടക്കത്തിൽ കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് വളരെ നിസ്സാരപ്പെടുത്തിയിട്ടുണ്ട്.
ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയാൽ ളുഹർ നിസ്കരിക്കണമെന്നുണ്ടാവില്ല. അപ്പോൾ മോനോ മോളോ വീട്ടിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം ചോദിക്കുക, ഭക്ഷണം കഴിച്ചോ? എന്താ ക്ഷീണിച്ചിക്കണല്ലോ, വേഗം കുളിച്ചു വാ, എന്നിട്ട് ഭക്ഷണം കഴിക്കുക. നല്ല തന്നെ, നമ്മളെ മക്കൾക്ക് നമ്മളല്ലേ കൊടുക്കേണ്ടത്. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ കളിക്കാൻ വേണ്ടി പോയി അല്ലേ? അതിൻ്റെ അടുക്ക് ളുഹർ നിസ്കരിച്ച ആളുകളുടെ എണ്ണം എത്രയാണ്? എന്നിട്ട് പറച്ചിലെന്താണ്? ളുഹർ നിസ്കരിക്കാൻ പോകുമ്പോൾ സ്കൂളിൽ സൗകര്യമില്ലാത്തതുകൊണ്ട് നിസ്കരിച്ചിട്ടില്ല എന്ന്. ഇങ്ങനെയായിരുന്നോ നമ്മുടെ സ്കൂളുകൾ ഉണ്ടായിരുന്നത്? സ്കൂളുകളിൽ ളുഹർ നിസ്കരിക്കാനുള്ള സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടായി? പള്ളികളിൽ പോകാൻ ആൺകുട്ടികൾക്ക് സംവിധാനമുണ്ട്, അടുത്ത വീടുകളിൽ പെൺകുട്ടികളും നിസ്കരിക്കാറുണ്ട്. നമ്മുടെയൊക്കെ ഉമ്മമാരൊക്കെ അങ്ങനെ നിസ്കരിച്ചവരല്ലേ, നിസ്കരിക്കാറുണ്ട്. ഇപ്പം എന്തുകൊണ്ടത് കഴിയുന്നില്ല? ഇത് നമുക്കും അത്ര മതി, അപ്പം പിന്നെ മറ്റുള്ളവർക്ക് തീരെ വേണമെന്നില്ലല്ലോ. പല ആളുകളും പല സ്കൂളുകളിൽ കുട്ടികളെ ചേർത്തിയിട്ട് ഇടക്ക് രക്ഷിതാക്കൾ വിളിക്കാണ്, ആണും പെണ്ണും ഒരുപോലെ വേഷം ധരിക്കാൻ വേണ്ടി, ജീൻസും ഷർട്ടൊക്കെ ധരിക്കാൻ വേണ്ടി പെൺകുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം, വീക്ക്ലി ഒരു ദിവസം അങ്ങനെ ഇഷ്ടമുള്ള വേഷം ഇതുപോലത്തെ ധരിക്കാനുള്ള ഒരു അഭ്യർത്ഥന ഉണ്ട്. അതിന് ചില്ലറ കാശും കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു രക്ഷിതാവ് ഈ അടുത്ത് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ അതിൽ രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളാണ് അത്തരത്തിലുള്ള സ്കൂളിൽ കൊണ്ടാക്കുന്നത്. അങ്ങനെ നിയമം വരുമ്പോൾ അത് പ്രതികരിക്കാതിരുന്ന്, അത് മക്കളല്ലേ, കുട്ടികളുടേതല്ലേ, അവരുടെ ഇഷ്ടാനുസരിച്ച് നടക്കട്ടെ എന്ന് പറഞ്ഞ് ചിന്തിച്ച് കുട്ടികളെ ഇത്തരത്തിൽ വഷളാക്കിയതിൻ്റെ പിന്നിൽ, മക്കളെ ഇത്തരത്തിൽ വഷളാക്കിയതിൻ്റെ പിന്നിൽ രക്ഷിതാക്കളാണ് പ്രതിക്കൂട്ടിൽ, ഉമ്മയും ഉപ്പയും. ഞാൻ വെറുതെ പറയില്ല കേട്ടോ. ഒരുപാട് വിഷയത്തിൽ, മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ, ലഹരിയുടെ ഉപയോഗത്തിൽ, ലൈംഗികത അരാജകത്തിൽ, ലിബറലിസത്തിലേക്ക് പോയതിന്, മതം വിട്ടുപോയതിന്, തെറ്റുകളിലേക്ക് പോയതിന്, തെമ്മാടികളോട് കൂട്ടുകെട്ടിയതിന്, ഇതിനൊക്കെ ഒരു പരിധിവരെ പ്രതിക്കൂട്ടിലാകുന്നത് രക്ഷിതാക്കളാണ്. കാര്യം ചിന്തിച്ചാൽ മതി. തുടക്കം മുതൽ, ഇതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? എത്രയോ പ്രേമങ്ങൾ നടന്നു പോയിട്ടുണ്ടല്ലോ അല്ലേ? പല പ്രേമങ്ങളുടെയും അവസ്ഥ എന്താണ്? ഇതൊക്കെ തുടക്കത്തിൽ രക്ഷിതാക്കളുടെ നല്ല സപ്പോർട്ടുണ്ട്. അവർ ചെറിയ കുട്ടികളല്ല, അവരങ്ങനെ അങ്ങോട്ട് സംസാരിക്കുന്നതിലും ഇടപെടുന്നതിലും പോകുന്നതിലും ഒരു പ്രശ്നമില്ലാതെയാക്കി. നമ്മൾ അന്യരാകാതെയായി കണ്ടു, അവരൊക്കെ സ്വന്തക്കാരായി കണ്ടു, ഇഷ്ടാനുസരണം ചെയ്യാനുള്ള പെർമിറ്റ് കൊടുത്തു. അങ്ങനെ അത് ഓവറായി. അങ്ങനെയാണ് വളർന്നു വന്ന് വലുതായി മോശപ്പെട്ട സ്വഭാവത്തിലേക്കൊക്കെ ആയി. എന്നിട്ടോ മാതാപിതാക്കൾക്കെതിരെയാണ് കുട്ടികൾ ദുനിയാവിൽ തന്നെ, ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിൽ തന്നെ മാതാപിതാക്കൾക്കെതിരെ അല്ലേ? കോടതിയിൽ വെച്ച് എത്ര എണ്ണാണ് പറഞ്ഞത്, എനിക്കെൻ്റെ ലവറിൻ്റെ കൂടെ, കാമുകൻ്റെ കൂടെ പോയാൽ മതി, ഉമ്മ വേണോ വേണ്ട, അപ്പ വേണോ വേണ്ട, 20 വർഷത്തോളം നോക്കി വളർത്തിയ ഉമ്മയും വേണ്ട, ബാപ്പയും വേണ്ട, പിന്നെ ആര് മതി, ഇന്നലെ അങ്ങോട്ട് വന്ന കാമുകൻ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് രക്ഷിതാക്കളെ നമ്മൾ തന്നെയാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രതികൾ. കുട്ടികളെ ചെറുപ്പത്തിലെ നമ്മൾ വളർത്തേണ്ടതുപോലെ വളർത്തിയില്ല. അതാണ് അപകടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നാളെയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.